Hi everyone, good morning. കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റഫർ എന്താണ് എന്നതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത്. മെറ്റഫർ ഈസ് എ കമ്പാരിസൺ. ഇറ്റ് ഈസ് എ ഡിറക്റ്റ് കമ്പാരിസൺ വിത്തൗട്ട് യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ആൻഡ് ആസ്. ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നീ വേർഡ്സ് ഉപയോഗിക്കാതെയുള്ള ഡിറക്റ്റ് കമ്പാരിസനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിന്റെ മിഴികൾ കാണാൻ താമര ഇതളുകൾ പോലെയാണ് എന്ന് പറയുമ്പോൾ അത് മെറ്റഫർ അല്ല. അതെന്താണ്? അത് സിമിലിയാണ്. എന്നാൽ നിന്റെ മിഴികൾ താമര ഇതളുകളാണ് എന്ന് പറയുമ്പോൾ അത് മെറ്റഫറാണ്. രൂപകം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. വില്യം ഷേക്സ്പിയറിൻ്റെ സൊണറ്റ് 18ൻ്റെ പേരാണ് ഷോൾ ഐ കമ്പയർഡ് ദീ ടു എ സമ്മേഴ്സ് ഡേ. ആ സൊണറ്റിലുള്ള ഒരു ലൈനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഞാൻ വായിക്കാം. Thy eternal summer shall not fade. Thy eternal summer shall not fade. Thy എന്നതൊരു ആർക്കേക്ക് വേർഡാണ്. ഇറ്റ് മീൻസ് യുവർ എന്നൊരു അർത്ഥമാണ് ദൈ എന്ന ഈ വേർഡിനുള്ളത്. സോ ഇവിടെ നമ്മൾ സമ്മർ സീസണിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ സീസൺ ഓഫ് സെലിബ്രേഷൻസ്, ഇറ്റ് ഈസ് എ സീസൺ ഓഫ് എൻജോയ്മെൻറ്റ്സ്, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സീസൺ. സോ ദയർ ലവ് ഈസ് ബ്യൂട്ടിഫുൾ, ദയർ ലവ് ഈസ് വൈറ്റൽ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സമ്മർ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. പോയിറ്റ് പറയാണ്, പോയിറ്റിൻ്റെ ലവറിൻ്റെ പ്രണയം, അവരുടെ പ്രണയം സമ്മർ സീസൺ ആണ്, അത് സമ്മർ സീസൺ ആണ്, വൈറ്റലാണ്, ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുകയാണ്. സോ ഇവിടെ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന വേർഡ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഡയറക്റ്റ്ലി സമ്മറിനായിട്ട് അവരുടെ പ്രണയത്തെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മെറ്റഫർ. ഓക്കെ, നെക്സ്റ്റ് ജോൺ കീറ്റ്സിൻ്റെ ഒരു പോയത്തിലെ ലൈനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ജോൺ കീറ്റ്സ് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ. അദ്ദേഹത്തിൻ്റെ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന പോയത്തിലെ ഒരു ലൈനാണ്. ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി. ബ്യൂട്ടിയാണ് സത്യം, അതുപോലെ സത്യമാണ് ബ്യൂട്ടി. സൗന്ദര്യമാണ് സത്യം, സത്യമാണ് സൗന്ദര്യം എന്നാണ് പറയുന്നത്. ഇവിടെ സൗന്ദര്യത്തെ സത്യമായിട്ടും സത്യത്തെ സൗന്ദര്യമായിട്ടും കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ലൈക്കോ അല്ലെങ്കിൽ ആസോ എന്നീ വേർഡ്സുകളൊന്നും ഉപയോഗിക്കാതെ ബ്യൂട്ടിയും ട്രൂത്തും തമ്മിൽ ഡിറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് നടത്തിയിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് മെറ്റഫർ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. യുവർ ഷാർപ്നെസ് rips my paper heart into two. Your sharpness rips my paper heart into two. ആദ്യം ഈ ലൈനിൻ്റെ മലയാള അർത്ഥം എന്താണെന്ന് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. നിൻ്റെ ഷാർപ്നെസ്, അതായത് നിൻ്റെ റഫ് ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ നിൻ്റെ റഫ് വേർഡ്സ്, അത് എൻ്റെ കടലാസ ഹൃദയത്തെ 2ആയി കീറിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്കിത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഈ പേപ്പർ ഹാർട്ടാണ്. എന്തുകൊണ്ടുണ്ടാക്കിയ ഹൃദയം എന്നാണ് പറയുന്നത്? കടലാസ് പോലെ അത്രയും നിർമ്മലമായിട്ടുള്ളൊരു ഹൃദയം എന്നാണ് പറയുന്നത്. സോ ഇവിടെ ആ വ്യക്തിയുടെ ഇന്നസെൻസിനെ ഒരു പേപ്പർ ഹാർട്ടുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്.
ഒരാളുടെ റഫായിട്ടുള്ള പെരുമാറ്റം മറ്റൊരാളുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു, ആ വ്യക്തിക്ക് എത്രത്തോളം സങ്കടം അനുഭവപ്പെട്ടു എന്ന് കാണിക്കാനായിട്ടാണ്, അവരുടെ ആ ഒരു ഇമോഷൻ്റെ ഇൻറ്റൻസിറ്റി വ്യക്തമാക്കാനായിട്ടാണ് കവി ഈ ഒരു കമ്പാരിസൺ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. റഫായിട്ടുള്ള പെരുമാറ്റം ലോലമായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള ആ വ്യക്തിയുടെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു എന്നാണ് ഇതിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പേപ്പർ ഹാർട്ട് എന്ന ഈ ഒരു മെറ്റഫർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ തൊട്ടു കീഴിലായിട്ട് മറ്റൊരു ലൈന് കൂടി നൽകിയിട്ടുണ്ട്. ലൈഫ് ഈസ് എ ബ്രോക്കൺ വിങ്ഡ് ബേർഡ് ദാറ്റ് cannot fly. Life is a broken winged bird that cannot fly. ഇവിടെ ജീവിതത്തെ ഒരു ബ്രോക്കൺ വിങ്ഡ് ബേർഡുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ചിറകൊടിഞ്ഞ ഒരു പക്ഷിയുമായാണ് ജീവിതത്തെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷിയുടെ ചിറകൊടിഞ്ഞു പോയാൽ എന്താണ്, ആ പക്ഷിയുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് അതിന് മുന്നോട്ട് ജീവിതം നയിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സത്തെ കാണിക്കാനായിട്ടാണ് ഈ ലൈൻസ് ഇവിടെ, ഈ ഒരു കമ്പാരിസൺ ഇവിടെ, ഈ ലൈൻസിൽ ഈ ഒരു കമ്പാരിസൺ ഉപയോഗിച്ചിട്ടുള്ളത്. ലൈഫ് ഈസ് എ ബ്രോക്കൺ വിങ്ഡ് ബേർഡ് ദാറ്റ് കനോട്ട് ഫ്ലൈ. ജീവിതം ചിറകൊടിഞ്ഞ ഒരു പക്ഷിയാണ്, അതിന് ഇനി മുന്നോട്ട് പറക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഇനി മുന്നോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ ലൈൻസിലൂടെ നമുക്ക് വ്യക്തമാക്കി നൽകുന്നത്. സോ ലൈഫ് ഈസ് എ ബ്രോക്കൺ വിങ്ഡ് ബേർഡ്, ഡിറക്റ്റ് കമ്പാരിസൺ ആണ്. ലൈഫ് ഈസ് എ ബ്രോക്കൺ വിങ്ഡ് ബേർഡ്, ജീവിതം ഒരു ചിറകൊടിഞ്ഞ പക്ഷിയാണ് എന്നാണ് പറയുന്നത്. ജീവിതം ഒരു ചിറകൊടിഞ്ഞ പക്ഷിയെ പോലെയാണ് എന്നല്ല, മറിച്ച് ജീവിതം ഒരു ചിറകൊടിഞ്ഞ പക്ഷിയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഡിറക്റ്റ് കമ്പാരിസൺ ആണ്. സോ ഇതിനെ നമ്മൾ മെറ്റഫർ എന്നാണ് പറയുന്നത്. സോ മെറ്റഫർ ഈസ് എ ഡിറക്റ്റ് കമ്പാരിസൺ വിത്തൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. ഇറ്റ് എൻഹാൻസ് ദ മീനിങ് ഓഫ് ദ poem. Okay. So ഫസ്റ്റ് മൊഡ്യൂളിലെ ദ പോയറ്റിക് എന്ന സെക്ഷനിലെ ഫസ്റ്റ് സബ് ടോപ്പിക്കായ കമ്പാരിസൺ എന്ന സബ് ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്. അതിൽ സിമിലി, മെറ്റഫർ എന്നീ 2 കമ്പാരിസൺസ് പഠിച്ചു. ഇനി രണ്ടാമത്തെ ദ സെക്കൻഡ് വൺ ഈസ് എക്സാജുറേഷൻസ്. എക്സാജുറേഷൻസ് എന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്താണെന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എക്സാജുറേഷൻ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഓവർ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എക്സാജുറേഷൻ എന്ന് പറയുന്നത്. ഒരു സ്ട്രോങ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു അമ്യൂസിങ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇത്തരത്തിലുള്ള ലിറ്റററി ഡിവൈസ് യൂസ് ചെയ്യുന്നത്. പലപ്പോഴും ഇതൊരു റിഡിക്കുലസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മൾ പറയാറില്ലേ, എനിക്ക് കുന്നുകണക്കിന് ഹോംവർക്ക് ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ കുറേ ഹോംവർക്ക് ചെയ്യാനുണ്ടായിരിക്കും. അതിന് നമ്മളൊന്ന് എക്സാജുറേറ്റ് ചെയ്ത് പറയുകയാണ്, കുന്നുകണക്കിന് ഹോംവർക്ക് ചെയ്യാനുണ്ട്. അത് റിയലാണോ? റിയലായിട്ടുള്ള കാര്യമാണോ പറയുന്നത്? അല്ല. പക്ഷെ നമുക്ക് ആ ഒരു ബേർഡന് നമ്മൾ കാണിക്കുകയാണ്, കുന്നുകണക്കിന് ചെയ്യാൻ കിടക്കുകയാണ്, അത്രയും വർക്ക് ലോഡ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നു. ആ വർക്ക് ലോഡിനെ കൺവേ ചെയ്യാനായിട്ട് നമ്മൾ അതിനെ എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ ഈ എക്സാജറേഷൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് റിയലിസ്റ്റിക് ആവില്ല, പലപ്പോഴും അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളേ ആയിരിക്കില്ല.
നോൺ റിയലിസ്റ്റിക് ആയിരിക്കും. സോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എക്സാജറേഷൻ എന്ന് പറഞ്ഞാൽ ഓവർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ ഒരു മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഒരു എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ഗംഭീരമായി സ്റ്റേറ്റ് ചെയ്യുന്നതിനെയാണ് എക്സാജറേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഹൈപ്പർബോൾ എന്നും വിളിക്കാറുണ്ട്. HYPERBOLE HYPERBOLE ഹൈപ്പർബോൾ എന്നും ഈ ഒരു ലിറ്റററി ഡിവൈസിനെ നമ്മൾ വിളിക്കാറുണ്ട്. സോ എക്സാജറേഷൻ എന്ന് പറഞ്ഞാലും ഹൈപ്പർബോൾ എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്. പിന്നെ നമ്മൾ പറയാറില്ലേ, എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ഇപ്പോൾ. ശരിക്കും നമ്മൾ ആനയെ കഴിക്കാറുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് അത്രയും നമ്മൾ വിശന്നിരിക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഭക്ഷണം ഇപ്പോൾ തന്നെ കിട്ടണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും എനിക്ക് ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ഇപ്പോൾ. പിന്നെന്താ നമ്മൾ പറയാറുള്ളത്? നിൻ്റെ അടുത്തൊരു 1000 തവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന്. ശരിക്കും 1000 തവണയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ പറയും നിൻ്റെ അടുത്തൊരു 1000 തവണ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ചെയ്യരുതെന്ന്. അപ്പോൾ ഇത്തരത്തിൽ നോൺ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ഓവർ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഹൈപ്പർബോൾ അല്ലെങ്കിൽ എക്സാജറേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ്രൂ മാർവൽ എന്ന പോയറ്റിൻ്റെ ടു ഹിസ് കോമിസ്ട്രസ് എന്ന അതിമനോഹരമായ ഒരു കവിതയിലെ ഒരു ലൈനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 100 years should go to praise thine eyes. 100 years should go to praise thine eyes. ഇവിടെ പോയിട്ട് പറയുന്നത് തൻ്റെ കാമുകിയുടെ മിഴികളെ വർണ്ണിക്കാനായി പോയിട്ടിന് 100 വർഷം വേണമെന്നാണ്. അത്രയും സൗന്ദര്യമാണ് ആ മിഴികൾക്ക്. ആ മിഴികളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാനായി 100 വർഷം വേണം, ആവശ്യമാണ് എന്നാണ് കവി പാടുന്നത്. സോ മിഴികളെക്കുറിച്ച് വർണ്ണിക്കാൻ ഒരു 100 വർഷമൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷേ ആ മിഴികളുടെ സൗന്ദര്യം അത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് പോയിട്ട്, അതിൻ്റെ ഒരു എഫക്റ്റ് കാണിക്കാനായിട്ട് പോയിട്ട് ഈ ഒരു ലിറ്റററി ഡിവൈസ് യൂസ് ചെയ്തിരിക്കുകയാണ്. 100 years വേണം തൻ്റെ കാമുകിയുടെ മിഴികളെക്കുറിച്ച് വർണ്ണിക്കാൻ എന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ഹൈപ്പർബോൾ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എക്സാജറേഷൻ എന്ന ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കാര്യം വ്യക്തമാവും. റോബർട്ട് ബേൺസിൻ്റെ കവിതയിലെ ലൈൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആസ് ഫെയർ ആർട്ട് ദോ മൈ ബോണി ലാസ്, so deep in love am I, and I will love thee still, my dear, till are the seas gang dry. Till are the seas gang dry, my dear, and the rocks melt with the sun. Oh, I will love thee still, my dear, while the sands of life shall run. ഇവിടെ കവി തൻ്റെ കാമുകിയെ ഏതുവരെ പ്രണയിക്കും എന്നാണ് പറയുന്നത്. ഏതുവരെ എല്ലാം പ്രണയിക്കുന്നെന്ന് പറയുന്നത് സാഗരം വരണ്ടു പോകുന്നത് വരെ, കടൽ വരണ്ടുണങ്ങി പോകുന്നത് വരെയും തൻ്റെ കാമുകിയോടുള്ള പ്രണയം തന്നിലുണ്ടായിരിക്കും. അതുപോലെ സൂര്യൻ്റെ താപമേറ്റ് ഈ പാറക്കല്ലുകളെല്ലാം ഉരുകി വീഴുന്നത് വരെയും ആ പ്രണയം തന്നിലുണ്ടായിരിക്കും. സോ തനിക്ക് തൻ്റെ പ്രണയിനിയോടുള്ള പ്രണയം അവസാനിക്കുന്നില്ല എന്നാണ് ഈ ഒരു ലൈൻസിലൂടെ പോയറ്റ് പറയുന്നത്. സോ കവിക്ക് തൻ്റെ പ്രണയിനിയോടുള്ള പ്രണയം അവസാനിക്കുന്നില്ല. അത് ഏതുവരെ നിലനിൽക്കും? സാഗരം, കടൽ വരണ്ടു പോകുന്നത് വരെ.
സൂര്യൻ്റെ താപമേറ്റ് പാറക്കല്ലുകളെല്ലാം ഉരുകി വീഴുന്നത് വരെയും അത് നിലനിൽക്കും. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നോൺ റിയലിസ്റ്റിക് ആണ്. കടലൊരിക്കലും വരണ്ടു പോകില്ല, അതുപോലെ തന്നെ പാറക്കല്ലുകളൊന്നും ഉരുകി ഒലിക്കില്ല, സൂര്യതാപമേറ്റ് അതൊന്നും ഉരുകി വീഴില്ല. സോ എറ്റേണലാണ് പോയറ്റിൻ്റെ ലവ്, അനശ്വരമാണ് കവിയുടെ പ്രണയം. അത് കാണിക്കാനായിട്ടാണ് ഈ ഒരു എക്സാജറേഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. നോൺ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ ആ ഒരു മീനിങ്, അർത്ഥം കൺവേ ചെയ്യാനായിട്ടാണ് ഈ ഒരു എക്സാജറേഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, പേജ് നമ്പർ 41 ഹൈപ്പർബോൾ എന്താണെന്ന് വിശദീകരിച്ചിട്ടുള്ളത്. പോയിട്രി ഈസ് ഓഫൻ ആൻ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ്, ഇൻറ്റൻസ് ആൻഡ് ഇൻഡിവിജ്വൽ. Poets also exaggerate to convey the intensity of their feelings. They may compare tears to flood, a beloved's face to 1,000 moons, a day to 1,000,000 years. This kind of amplified simile or metaphor is called hyperbole, which in Greek literally means throw above. ഓക്കെ, പോയട്രിയിൽ ഭാവങ്ങളെ അല്ലെങ്കിൽ ഫീലിങ്സിനെ, ഇമോഷൻസിനെ ഇൻറ്റൻസിഫൈ ചെയ്ത് അവതരിപ്പിക്കാനാണ് ഈ ഒരു ലിറ്റററി ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോയറ്റ് ടിയേഴ്സിനെ, കണ്ണീരിനെ പ്രളയമായി കമ്പയർ ചെയ്യാറുണ്ട്. അതുപോലെ കാമുകിയുടെ മുഖത്തെ 1,000 ചന്ദ്രന്മാരുമായി കമ്പയർ ചെയ്യാറുണ്ട്. ഒരു ദിവസത്തെ 1,000,000 ഇയേഴ്സുമായി കമ്പയർ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ആംപ്ലിഫൈഡ് കമ്പാരിസൺസിനെ, അല്ലെങ്കിൽ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ സിമിലിയോ അല്ലെങ്കിൽ മെറ്റഫോറോ ആയിരിക്കും. ഇത്തരത്തിലുള്ള ആംപ്ലിഫൈഡ് സിമിലി അല്ലെങ്കിൽ ആംപ്ലിഫൈഡ് മെറ്റാഫേഴ്സിനെയാണ് നമ്മൾ ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. ഇത് ഗ്രീക്ക് വേർഡാണ് ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ത്രോ എബവ്, ഓവർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഓവർ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഹൈപ്പർബോൾ അല്ലെങ്കിൽ എക്സാജറേഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ആക്ടിവിറ്റി നൽകിയിട്ടുണ്ട്, ക്ലാസ് റൂം ആക്ടിവിറ്റി. ക്വസ്റ്റ്യൻ ഇതാണ്: പിക്ക് ഔട്ട് ഹൈപ്പർബോൾസ് ഫ്രം ദ പോയം ബിലോ. താഴെ നൽകിയിട്ടുള്ള പോയത്തിൽ നിന്നും ഹൈപ്പർബോൾ എന്ന ലിറ്റററി ഡിവൈസ്, അതിന് എക്സാമ്പിൾസ് കണ്ടെത്തുക. ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ ആസ് ഐ ഗ്രൂ ഓൾഡർ എന്ന പോയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇറ്റ് വാസ് എ ലോങ് ടൈം എഗോ, ഐ ഹാവ് ഓൾമോസ്റ്റ് ഫോർഗോട്ടൻ മൈ ഡ്രീം, but it was there then in front of me, bright like a sun, my dream. And then the world rose slowly, slowly between me and my dream, rose until it touched the sky, the wall, shadow, I am black. I lie down in the shadow, no longer the light of my dream before me, above me, only the thick wall, only the shadow. My hands, my dark hands, break through the wall, find my dream, help me to shatter this darkness, to smash this night, to break this shadow, into 1,000 lights of sun, into 1,000 whirling dreams of sun. ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ഒരു ആഫ്രോ അമേരിക്കൻ പോയറ്റാണ്. ഈ ഒരു പോയത്തിൽ അദ്ദേഹം പറയുന്നത്, ദ പോയം ഈസ് എഗൈൻസ്റ്റ് റേസിസം. റേസിസം ഇല്ലാണ്ടാകണം, ബ്ലാക്സിനെ നീഗ്രോസ് അല്ലെങ്കിൽ ബാർബേറിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ നിന്നും മാർജിനലൈസ് ചെയ്യപ്പെടാതെ അവർക്കും വൈറ്റ്സിനെ പോലെയുള്ള തുല്യ ഇക്വാളിറ്റീസ് ലഭിക്കണം
എന്നൊരു വലിയ സ്വപ്നം അദ്ദേഹത്തിനുണ്ട്, ലാങ്സ്റ്റൺ ഹ്യൂഗ്സിനുണ്ട്. ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണം എന്നാണ് അദ്ദേഹം ഈ കവിതയിലൂടെ പറയുന്നത്. ഇതിൽ എക്സാജറേഷൻ എന്ന ലിറ്റററി ഡിവൈസ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലാസ്റ്റ് പാർട്ടിലാണ്, കവിതയുടെ ലാസ്റ്റ് പാർട്ടിലാണ്. ടു ബ്രേക്ക് ദിസ് ഷാഡോ into 1,000 lights of sun, into 1,000 whirling dreams of sun. To break this shadow, 1,000 lights of sun, 1,000 whirling dreams of sun. ഇത്രയും ലൈൻസാണ് എക്സാജറേഷന് എക്സാമ്പിളായിട്ട് വരുന്നത്. നിഴലിനെ തകർക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടെ നിഴലിനെ തകർക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റേസിസം ഇല്ലാണ്ടാക്കുക എന്നതാണ്. 1,000 lights of sun, 1,000 whirling dreams, ചുഴലിക്കാറ്റ് പോലെയുള്ള സ്വപ്നം എന്നാണ് പറയുന്നത്. ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അത്രയും സ്പീഡാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നം അത് ഒരു ചുഴലിക്കാറ്റിനെ പോലെ തന്നെ എത്രയും പെട്ടെന്ന് സമൂഹത്തിലേക്ക് വ്യാപിക്കണം. ഈ ഒരു വേർതിരിവുകൾ അല്ലെങ്കിൽ മാർജിനലൈസേഷൻ, സബോർഡിനേഷൻ എല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് ഫ്രീഡം, സ്വാതന്ത്ര്യം മുന്നോട്ട് വരണം എന്നാണ് അദ്ദേഹം ഈ ലൈൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ഓവർ സ്റ്റേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത്. ടു ബ്രേക്ക് ദീസ് ഷാഡോ 1,000 lights of sun, 1,000 whirling dreams of sun. സോ ഇത്രയാണ് ഈ കവിതയിൽ എക്സാജറേഷൻ എന്ന ലിറ്റററി ഡിവൈസിന് എക്സാമ്പിളായിട്ട് വരുന്ന കാര്യം. ഓക്കെ.